ഹലോ, ലിസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തയ്ക്കാൻ പോകുന്നത് ഒരു എ ലൈൻ ടോപ്പാണ്. ഇതിനായിട്ട് എടുത്തിരിക്കുന്ന തുണി നെറ്റിൻ്റെ തുണിയാണ്. നെറ്റിൽ ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള തുണിയാണിത്. നമ്മൾ ആദ്യം ഈ തുണി 4ആയിട്ട് മടക്കിയിടണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വീതി എന്ന് പറയുന്നത് 19.5 ഇഞ്ചാണ്. എ ലൈൻ ടോപ്പാണ്, സൈഡ് ഓപ്പൺ ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഈ 19.5 ഇഞ്ച് മുഴുവനും നമുക്ക് എടുക്കാം. ഇനി ആദ്യം വണ്ണം അടയാളപ്പെടുത്താം. ഞാനിവിടെ 11 ഇഞ്ചാണ് വണ്ണം അടയാളപ്പെടുത്തുന്നത്. എൻ്റെ വണ്ണം എന്ന് പറയുന്നത് ചെസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് 33 ഇഞ്ചാണ്. 33ൻ്റെ കൂടെ 3 കൂടി കൂട്ടിയാൽ 36 കിട്ടും. 36നെ 4 കൊണ്ട് ഹരിച്ചാൽ 9 കിട്ടും. ഈ 9ൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 11 ഇഞ്ചാണ് നമ്മളിവിടെ വണ്ണം അടയാളപ്പെടുത്തുന്നത്. നമുക്ക് വണ്ണം അടയാളപ്പെടുത്താം. കുറച്ച് താഴെയും കൂടി നമുക്ക് 11 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇനി ഷോൾഡറാണ് അടയാളപ്പെടുത്തേണ്ടത്. ഷോൾഡർ ഇവിടെ 7.5 ഇഞ്ചാണ് എടുക്കുന്നത്. കുറച്ച് താഴെയും കൂടി നമുക്ക് 7.5 അടയാളപ്പെടുത്താം. ഇനി കൈക്കുഴിക്ക് വേണ്ടിയിട്ട് 7 ഇഞ്ച് താഴോട്ട് അടയാളപ്പെടുത്താം. അതിനുശേഷം ആ 11 ഇഞ്ച് വണ്ണം എടുത്തിടത്ത് നിന്നും 7 ഇഞ്ച് താഴോട്ട് അടയാളപ്പെടുത്തണം. ഇനി നമുക്കതൊരു എൽ ഷേപ്പിൽ വരച്ചെടുക്കാം. ഇനി നമുക്ക് കൈക്കുഴിക്ക് വേണ്ടിയിട്ട് വളച്ച് വരച്ചെടുക്കാം. ഒരു യു ഷേപ്പിലായിട്ട് നമുക്ക് വരച്ചെടുക്കാം. ഇനി ഇടവണ്ണമാണ് അടയാളപ്പെടുത്തേണ്ടത്. ഇടവണ്ണത്തിനായിട്ട് 11 ഇഞ്ച് അടയാളപ്പെടുത്തിയ ആ പോയിന്റിൽ നിന്നും താഴേക്ക് 13 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. കുറച്ച് പൊക്കമുള്ള ആളുകൾക്കാണെങ്കിൽ 14 ഇഞ്ച് എടുക്കാവുന്നതാണ്. അതിനുശേഷം അവിടെയും നമുക്ക് 11 ഇഞ്ച് വണ്ണം മാർക്ക് ചെയ്യാം. ഇനി ഇടവണ്ണത്തിനായിട്ട് നമുക്ക് 11 ഇഞ്ചിൽ നിന്ന് 1.5 ഇഞ്ച് കുറച്ചിട്ട് 9.5 ഇഞ്ച് അടയാളപ്പെടുത്തണം. ഇനി നമുക്ക് ആ പോയിന്റുകൾ കൂട്ടി യോജിപ്പിച്ച് താഴെ വരെ വരച്ചെടുക്കാം. ഇത് സ്ലിറ്റ് ഇല്ലാത്ത ടോപ്പാണ്, എ ലൈനായിട്ടുള്ള ടോപ്പ്. അപ്പോൾ നമുക്ക് എത്രയാണോ നമുക്ക് താഴെ വണ്ണം കിട്ടുന്നത് അത് മുഴുവനും നമുക്ക് എടുക്കണം. താഴേന്ന് നമുക്ക് വരച്ച് മുകളിൽ ഇടവണ്ണം അടയാളപ്പെടുത്തിയ പോയിന്റിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കണം. എന്നിട്ട് ആ വരച്ച വരയിലൂടെ നമുക്ക് വെട്ടിയെടുക്കാം. ഇനി ഇപ്പോൾ വെട്ടിയെടുത്ത ആ നല്ല തുണി നമുക്ക് ലൈനിങ്ങിലേക്ക് വെച്ചിട്ട് ലൈനിങ്ങും കൂടി അതേ ആകൃതിയിൽ വെട്ടിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ലൈനിങ് 4ആയിട്ട് മടക്കിയിടണം. ലൈനിങ് മടക്കി ഇടുമ്പോൾ നമുക്ക് വീതി 20.5 ഇഞ്ച് 19.5 ഇഞ്ച് ആ വീതിയിൽ വേണം നമുക്ക് മടക്കിയിടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ കൈയാണ്, സ്ലീവാണ് വെട്ടാനായിട്ട് പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ടോപ്പിൽ നിന്നും ആകെ ബാക്കി കിട്ടിയിരിക്കുന്ന കഷ്ണം ഇത്രയേ ഉള്ളൂ. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മടക്കി 4ആയിട്ട് മടക്കി വെക്കുക. ഇങ്ങനെ മടക്കിയതിന് ശേഷം നമുക്ക് മുകളിൽ നിന്നും 11 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്താം. 9 ഇഞ്ചാണ് സാധാരണ കൈക്ക് വേണ്ടത്. ഇവിടെ 11 ഇഞ്ച് എടുക്കുന്നുണ്ട്. അതിന് കാരണം നമുക്ക് ഷോൾഡറിൻ്റെ ആ ഒരു സെൻറ്ററിൽ, കൈൻ്റെ സെൻറ്ററിലില്ലേ ഷോൾഡറിലേക്ക് കണക്ട് ചെയ്യുന്ന അവിടെ നമുക്ക് ചെറിയ ഞൊറി ഇട്ട് കൊടുക്കണം, പഫ് പോലെ ആകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് 2 ഇഞ്ച് കൂട്ടിയെടുക്കുന്നത്. എന്നിട്ട് ആ 11 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് മുകളിലത്തെ ആ കോർണറിൽ നിന്നും ഒരു ഷേപ്പിൽ 11 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റിലേക്ക് നമുക്ക് വരച്ചെടുക്കാം. ഇനി സ്ലീവിൻ്റെ അടിവണ്ണം അടയാളപ്പെടുത്താം. അടിവണ്ണം 8 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി ആ 8 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് നിന്നും 11 ഇഞ്ച് മാർക്ക് ചെയ്തിടത്തേക്ക് ചെരിച്ച് വരച്ചെടുക്കാം. ഇനി നമുക്ക് വരച്ച വരയിലൂടെ സ്ലീവ് വെട്ടിയെടുക്കാം.
അതിനുശേഷം നമുക്ക് ആ 2 സ്ലീവും വേർപെടുത്തി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ടോപ്പിൻ്റെ ഫ്രണ്ട് കഴുത്ത് അടയാളപ്പെടുത്താം. ഇതിനായിട്ട് ഫ്രണ്ടിൻ്റെ തുണിയും മെയിനായിട്ടുള്ള തുണിയും ലൈനിങ്ങും കൂടെ ഒരുമിച്ച് 2ആയിട്ട് മടക്കിയിടണം. കഴുത്തിൻ്റെ അകലം നമ്മളിവിടെ എടുക്കുന്നത് 3.5 ഇഞ്ചാണ്. ഇത് വി കഴുത്താണ്. അപ്പോൾ 3.5 ഇഞ്ച് കഴുത്തിൻ്റെ അകലം എടുക്കുക. കഴുത്തിൻ്റെ ഇറക്കം 6.25 ഇഞ്ചാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇറക്കം വേണമെങ്കിൽ 7 ഇഞ്ച് വരെ എടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ കഴുത്തിന് ചുറ്റും നമ്മൾ ഫ്രില്ല് വെക്കുന്നുണ്ട്. അപ്പോൾ ഫ്രില്ല് വെക്കുമ്പോൾ കഴുത്തിൻ്റെ ഇറക്കം ഒന്നുകൂടി കുറയും. അതുകൊണ്ട് നിങ്ങൾ അതനുസരിച്ച് ഇറക്കം എടുത്തോളണം. ഇനി ഈ 6.25 മാർക്ക് ചെയ്ത ആ പോയിൻറ്റും 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിൻറ്റും തമ്മിൽ ഒരു സ്കെയില് വെച്ച് ചെരിച്ച് നമുക്ക് വരച്ചെടുക്കാം. അതിനുശേഷം ആ വരയിലൂടെ വെട്ടിയെടുക്കാം. ഇനി നമ്മൾ ബാക്കിൻ്റെ കഴുത്താണ് അടയാളപ്പെടുത്താൻ പോകുന്നത്. കഴുത്തിൻ്റെ അകലം 3 ഇഞ്ച് എടുക്കുക. 3 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇറക്കം 4 ഇഞ്ചാണ് എടുക്കേണ്ടത്. 4 ഇഞ്ചും അടയാളപ്പെടുത്താം. ഇനി 3 ഇഞ്ചും 4 ഇഞ്ചും വെച്ചിട്ട് ഒരു എൽ ഷേപ്പ് വരച്ച് നമുക്ക് കോർണറിൽ നിന്ന് 1 ഇഞ്ചും കൂടെ അടയാളപ്പെടുത്തി യു ഷേപ്പിൽ ബാക്കിൻ്റെ കഴുത്ത് വരച്ചെടുക്കാം. ഇനി കഴുത്തിൻ്റെ സെൻറ്ററിൽ ഒരു വെട്ട് കൊടുക്കാം. അത് സെൻറ്റർ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഈ ലൈനിങ് നമ്മൾ തിരിച്ചു മടക്കണം. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഒരു സൈഡിൽ വരച്ച ആ കഴുത്ത് മറ്റേ സൈഡിലും കൂടി ആകത്തക്ക വിധം നന്നായിട്ട് പ്രസ് ചെയ്യണം. അപ്പോഴാ വര അപ്പുറത്തെ സൈഡിലും വരും. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ പതിഞ്ഞിരിക്കുന്ന ആ വര ഒന്ന് കടുപ്പിച്ച് വരയ്ക്കാം. അപ്പോൾ നമുക്ക് ബാക്ക് കഴുത്ത് നല്ല യു ഷേപ്പിൽ കിട്ടും. ഇനി നമുക്ക് മെയിൻ തുണി എടുക്കാം. ബാക്ക് പീസ് മെയിൻ തുണി എടുക്കാം. എന്നിട്ട് അതിൻ്റെ നല്ല വശം മുകളിൽ വരത്തക്ക വിധം വയ്ക്കുക. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കഴുത്ത് വരച്ച ലൈനിങ് വയ്ക്കാം. എന്നിട്ട് കഴുത്തിൻ്റെ ആ വരയിലൂടെ നമുക്ക് അടിച്ചെടുക്കാം. ഇതാ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ അടിപ്പിൻ്റെ ഉള്ളിൽ കൂടെ 4 ഇഞ്ച് വിട്ട് വെട്ടിക്കളയണം. അതിനുശേഷം ആ തുമ്പിൽ കൂടെ വെട്ടുകൊടുത്തിട്ട് ലൈനിങ് ഉള്ളിലേക്ക് മറിച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്രില്ല് പിടിപ്പിക്കണം. കൈക്കും ഫ്രില്ല് വേണം, കഴുത്തിനും ഫ്രില്ല് വേണം. അപ്പോൾ അതിനായിട്ടൊരു നെറ്റ് എടുക്കുക. ഇത് ഞാൻ ഈ ടോപ്പിന് ഷോളായിട്ട് വാങ്ങിയ നെറ്റാണ്. അതിൻ്റെ അറ്റത്ത് നിന്നും മുറിച്ചെടുത്തൊരു കഷ്ണമാണ്. ഇവിടെ നമുക്ക് കൈക്ക് ഫ്രില്ലിന് ഒരു 3 ഇഞ്ച് വീതിയിൽ മുറിച്ചെടുക്കാം. കഴുത്തിന് ഫ്രില്ല് വെക്കുമ്പം നമുക്ക് ഫൈനലി ഒരു 1/2 ഇഞ്ച് മാത്രമേ ഫ്രില്ല് ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് വേണം നെറ്റ് മുറിച്ചെടുക്കാനായിട്ട്. ഇവിടെ ആദ്യം കൈക്ക് വേണ്ടിയിട്ടുള്ള ഫ്രില്ലാണ് ഞാനിപ്പോൾ മുറിച്ചെടുക്കുന്നത്. അത് 3 ഇഞ്ച് വീതിയിൽ മുറിച്ചെടുക്കുകയാണ്. ഇനി ഈ കഷ്ണം 2ആയിട്ട് മടക്കിയിട്ട് ചെറിയ ചെറിയ ഞൊറിയിട്ട് കൊടുക്കാവുന്നതാണ്. കുറച്ച് വീതിയിൽ ഞൊറിയിരിക്കട്ടെ. അങ്ങനെ ഇതാ നമ്മൾ വീതിയിൽ തന്നെ ഞൊറിയിട്ട് എടുത്തിട്ടുണ്ട്, അടിച്ചെടുത്തിട്ടുണ്ട് അറ്റം. കഴുത്തിനും ഇതുപോലെ നമുക്ക് ഫ്രില്ല് തയ്യാറാക്കിയെടുക്കാം. ഇനി കൈയുടെ അറ്റത്തേക്ക് ആ ഫ്രില്ല് നമുക്ക് വെച്ച് പിടിപ്പിക്കാം. ആദ്യം കൈയുടെ മുകളിൽ ഫ്രില്ല് വെച്ചിട്ട് സൈഡിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം. അതിനുശേഷം അത് മറിച്ചിട്ട് ആ അടിപ്പിൽ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അടിക്കുകയും വേണം. ഇതാ നമ്മൾ കൈയിലേക്ക് ഫ്രില്ല് അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല വൃത്തിക്ക് നമ്മൾ അത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഫ്രണ്ട് കഴുത്തിൽ ഫ്രില്ല് പിടിപ്പിക്കാം. അതിനായിട്ട് ആദ്യം ഫ്രണ്ട് പീസ് എടുത്തിട്ട് അതിൻ്റെ നല്ല വശം മുകളിലാകത്തക്ക വിധം വയ്ക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു പീസ് ഇടതുവശത്തും ഒരു പീസ് വലതുവശത്തുമായിട്ട് ഫ്രില്ല് വയ്ക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ലൈനിങ്ങും വയ്ക്കാം. എന്നിട്ട് വി ഷേപ്പിൽ ആ വി ആകൃതി ഓൾറെഡി ഉണ്ടല്ലോ, അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് അടിച്ചെടുക്കാം. ഇതാ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്.
ഇനി വിയുടെ കുനിപ്പ് വരുന്ന ആ ഭാഗത്ത് നമുക്കൊരു വെട്ട് കൊടുക്കാം. അടുപ്പയിൽ കയറരുത്, അടുപ്പയിൽ കയറാതെ നമുക്ക് ഒരു വെട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ലൈനിങ് അങ്ങ് ഉള്ളിലേക്ക് മറിച്ചെടുക്കണം. ഇതാ അങ്ങനെ നമ്മൾ ഫ്രില്ല് കഴുത്തിലേക്ക് അടിച്ചു പിടിപ്പിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് കഴുത്തിന് ചുറ്റും ഒന്ന് പ്രസ് ചെയ്ത് അടിക്കുക കൂടി വേണം. ഇനി നമുക്ക് ഷോൾഡറുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. ഇതിനായിട്ട് ആദ്യം ബാക്ക് പീസ് എടുത്ത് വെക്കുക. ബാക്ക് പീസിൻ്റെ നല്ല വശം മുകളിലായിട്ട് വരത്തക്ക വിധം വേണം വെക്കാനായിട്ട്. അതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പീസ് എടുത്ത് വെക്കണം. ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ് ആയിട്ട് വേണം വെക്കാനായിട്ട്. എന്നിട്ട് ബാക്ക് പീസിൻ്റെ ലൈനിങ് എടുത്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് ഷോൾഡറിനോട് ചേർത്ത് വെച്ച് കഴുത്തിൻ്റെ അവിടെ നിന്നും കൈക്കുഴിയുടെ അവിടേക്ക് ചെരിച്ച് അടിക്കണം. മറ്റേ വശത്തും ഇതുപോലെ തന്നെ ചെയ്യണം. ബാക്ക് പീസിൻ്റെ ലൈനിങ് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് ഷോൾഡറിനോട് ചേർത്ത് വെച്ച് കഴുത്തിൻ്റെ വശത്തു നിന്നും കൈക്കുഴിയുടെ വശത്തേക്ക് ചെരിച്ചടിക്കണം. അങ്ങനെ നമ്മൾ ഷോൾഡർ കൂട്ടിപ്പിടിപ്പിച്ചു. ഇനി നമുക്ക് ബാക്ക് കഴുത്തും കൂടി ഒന്ന് പ്രസ് ചെയ്ത് അടിക്കണം. അതിനുശേഷം കൈ പിടിപ്പിക്കാം. ഇതിനായിട്ട് ആദ്യം കൈയുടെ അകവശങ്ങൾ തമ്മിലോ പുറവശങ്ങൾ തമ്മിലോ ഫേസ് ടു ഫേസ് ആയിട്ടിട്ടിട്ട് ഫ്രണ്ട് ഭാഗം വരുന്നിടത്ത് ഒന്ന് കുഴിച്ചു വെട്ടി എടുക്കണം. ആ കുഴിച്ചു വെട്ടിയെടുത്ത് നമുക്ക് ഒരു മാർക്ക് കൊടുക്കാം. കൈ പിടിപ്പിക്കുന്ന സമയത്ത് ആ മാർക്ക് ചെയ്ത ഭാഗം ഫ്രണ്ട് പീസിലേക്കായിട്ട് വരണം. ഇനി നമുക്ക് കൈ പിടിപ്പിക്കാം. കൈ പിടിപ്പിക്കുന്ന സമയത്ത് സെൻറ്ററിൽ നമുക്ക് ചെറിയ ഞൊറികൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് കൈ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് അടിച്ച് കൈ നമുക്ക് പിടിപ്പിക്കാവുന്നതാണ്. ഇതാ നമ്മൾ കൈ രണ്ടും ടോപ്പിലേക്ക് പിടിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് വണ്ണം അടയാളപ്പെടുത്താം. ഇവിടെ എൻ്റെ ചെസ്റ്റ് വണ്ണം 33 ഇഞ്ചാണ്. അപ്പം നിങ്ങളുടേത് എത്രയാണെന്ന് നിങ്ങൾ അളന്നെടുക്കണം. എന്നിട്ട് ആ കിട്ടിയ അളവിൽ നിന്നും 3 കൂട്ടണം. എനിക്കിവിടെ 33 3 കൂട്ടിയാൽ 36 കിട്ടും. 36ൻ്റെ പകുതി 18. ആ 18 ഇവിടെ ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തുന്നത്. ഇനി ഇടവണ്ണം അടയാളപ്പെടുത്താം. ഇടവണ്ണം എത്രയാണോ നമ്മൾ മുകളിൽ അടയാളപ്പെടുത്തിയത് അതിൽ നിന്നും 3 കുറച്ചിട്ട് വേണം ഇടവണ്ണം അടയാളപ്പെടുത്താൻ. അപ്പോൾ മുകളിൽ ഞാൻ 18 ഇഞ്ച് അടയാളപ്പെടുത്തി. 18ൽ നിന്നും 3 കുറച്ചാൽ 15 ഇഞ്ച് കിട്ടും. ആ 15 ഇഞ്ച് ഇടവണ്ണമായിട്ട് അടയാളപ്പെടുത്താം. ഇനി ഈ മാർക്കുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. അതിനുശേഷം കൈയിൻ്റെ വണ്ണം അടയാളപ്പെടുത്താം. ചെറിയ കൈയാണ്, മുട്ടിന് മുകളിൽ നിൽക്കുന്ന കൈയാണ്. അപ്പം ഇവിടെ ഞാൻ 6 ഇഞ്ചാണ് കൈയുടെ അടിവണ്ണം എടുക്കുന്നത്. 6 ഇഞ്ച് അടയാളപ്പെടുത്താം. 2 കൈയിലും 6 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇനി നമുക്ക് കൈയുടെ അറ്റം മുതൽ താഴെ ടോപ്പിൻ്റെ അറ്റം വരെ സൈഡിലൂടെ അടിച്ചു പോകാം. അടിഭാഗത്ത് എത്തുമ്പോഴത്തേനും എത്ര നമുക്ക് വീതി കിട്ടുന്നു അത് മുഴുവനും എടുത്തിട്ട് വേണം അടിക്കാനായിട്ട്. ഇതാ നമ്മൾ ടോപ്പിൻ്റെ സൈഡ് രണ്ടും അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ടോപ്പിൻ്റെ അടി കൂടി അടിച്ചാൽ മതി. എനിക്കിവിടെ നോക്കിയപ്പോൾ നെറ്റിയിലും തേരാണ് വരുന്നത്, ലൈനിങ്ങിലും തേരാണ് വരുന്നത്. അതായത് നമുക്ക് അടിക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ തുണി അനുസരിച്ച് അടിയിൽ അടിച്ചു കൊടുക്കാവുന്നതാണ്. തേരല്ലെങ്കിൽ നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചെറിയ 2 മടക്ക് മടക്കിയിട്ട് അങ്ങ് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതോടെ നമ്മുടെ ടോപ്പിൻ്റെ പണി കഴിഞ്ഞു. നമ്മൾ ടോപ്പ് തയ്ച്ചു കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാവുന്ന സിമ്പിളായിട്ടുള്ള എന്നാൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല എലഗൻറ്റ് ലുക്ക് കിട്ടുന്ന ഒരു ടോപ്പാണിത്. അതിൻ്റെ മെയിൻ കാരണം അതിൻ്റെ തുണി തന്നെയാണ്. നല്ല ത്രെഡ് വർക്കുള്ള ഒരു നെറ്റാണിത്. അപ്പം നിങ്ങളിതൊന്ന് തയ്ച്ചു നോക്കുക. ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. ഇനിയും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി.